ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരിയുടെ സ്വന്തം ഉത്രാളിക്കാവ്, അതായത് രുദ്രമഹാകാളിക്കാവ് ക്ഷേത്രത്തിലാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവുമുള്ള ക്ഷേത്രമാണ് ഉത്രാളിക്കാവ്. അതായത് രുദ്രമഹാകാളി എന്ന പേര് ദേവിയുടെ ഉഗ്രവും ശക്തിമത്തായതുമായ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ സമാധാനവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്നവർ എപ്പോഴും വന്നു പ്രാർത്ഥിക്കേണ്ട പുണ്യസ്ഥലമാണ് ഇത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മനോഹാരിതയും അടുത്തുകൂടി കടന്നു പോകുന്ന റെയിൽവേ പാളവും ഈ പ്രദേശത്തെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കുന്നു. തൃശ്ശൂർ-ഷൊർണൂർ പാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഒരു കൈയിൽ അഭയമുദ്രയും മറ്റേ കൈയിൽ വരദമുദ്രയുമായി നിൽക്കുന്ന ഭാവമാണ് ദേവിയുടേത്. ദേവിയുടെ കൂടെ തന്നെ നാഗദേവതകളുടെയും പ്രതിഷ്ഠകളുണ്ട്. ദേശപ്രമാണിയായ കേളത്തച്ഛൻ മൂകാംബികാദേവിയുടെ പ്രധാന ഭക്തനായിരുന്നുവെന്നും കേളത്തച്ഛൻ്റെ ഓലക്കുടയിലൂടെ ഭഗവതി എത്തിയെന്നും തുടർന്ന് ഓലക്കുട ഉറച്ചുപോയതായും ഭഗവതി അവിടെ കുടിയിരുന്നതായും പറയപ്പെടുന്നു. പാടത്തു കൊയ്തിരുന്ന ഒരു സ്ത്രീ അരിവാൾ മൂർച്ച കൂട്ടുവാൻ വേണ്ടി കല്ലിലുരച്ചപ്പോൾ രക്തം അതിൽ നിന്നും വാർന്നുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ദേവിയെ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. ഉത്രാളിക്കാവ് പൂരം എന്നത് വളരെ പ്രശസ്തമാണ്. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ എന്നീ ദേശവും ഈ പൂരത്തിൽ പങ്കുചേരുന്നു. 3 ദേശത്തും കൂടി 50ഓളം ആനകൾ നിരന്നു നിന്നുകൊണ്ടുള്ള മേളവും പഞ്ചവാദ്യവും അതുപോലെ വർണ്ണാഭമായ വെടിക്കെട്ടും ഇവിടെ പ്രധാന പ്രത്യേകതകളാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് ഉത്രാളിക്കാവ്. ഭദ്രകാളിയുടെ ഉഗ്രഭാവമായ ഭഗവതിക്ക് പ്രധാനമായും കടുംപായസം, രക്തപുഷ്പാഞ്ജലി, ഗുരുതി എന്നിവയാണ് വഴിപാടുകൾ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പുണ്യസ്ഥലമാണ് ഉത്രാളിക്കാവ്. അമ്മയുടെ അനുഗ്രഹം എന്നും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആസുരികമായ ഭാവങ്ങളെയും മറുത്തുകളഞ്ഞുകൊണ്ട് നമ്മിൽ ദൈവിക ചൈതന്യം പ്രകാശിക്കട്ടെ എന്നു പ്രാർത്ഥിക്കുന്നു. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നാരായണീ നമോസ്തുതേ.